യമനിലെ നിയമം അനുസരിച്ച്, ശരീഅത്ത് നിയമം അനുസരിച്ച് കോടതികൾ ശിക്ഷിച്ചു കഴിഞ്ഞാൽ, പ്രസിഡൻറ്റിൻ്റെ ദയാഹർജിയും തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വധശിക്ഷ നടപ്പിലാക്കുക എന്നതാണ്. ഈ ഹൂതികൾ അധികാരത്തിൽ എത്തിയതിന് ശേഷം 2014 ശേഷം ഒരു 10-11 വർഷമായി നൂറുകണക്കിന് ഭരണകൂട കൊലപാതകങ്ങൾ എന്ന് പറഞ്ഞാൽ വധശിക്ഷയാണ് നടപ്പാക്കിയിരിക്കുന്നത്. അവിടുത്തെ അറബി രാജ്യങ്ങളിലെ റെക്കോർഡ് നമ്പറാണ് യമനിൽ. യമൻ്റെ ജനസംഖ്യ 3.5 കോടി. കേരളത്തിലെ ജനസംഖ്യയോട് സമാനമായ ഒരു ജനസംഖ്യയാണ്. അവിടെ വലിയ തോതിലാണ് അവിടെ ആഭ്യന്തര കലഹത്തിൽ ജീവൻ പൊലിഞ്ഞത് ലക്ഷക്കണക്കിന് ആളുകൾക്കാണ്. 3,56,000 പേരാണ് ആഭ്യന്തര കലഹത്തിൽ നേരിട്ട് വെടിയേറ്റ് മരിക്കുന്നത്. അത് യമനിൽ. വേറൊരു 1.5 ലക്ഷത്തോളം പേർ ഒരു ഫ്രിഞ്ച് ഫോഴ്സ് എന്ന നിലയിൽ അവരും മരിക്കുന്നു. അപ്പോൾ 5 ലക്ഷം പേരാണ് മരിക്കുന്നത്. 50 ലക്ഷത്തിലധികം പേരെങ്കിലും പൂർണ്ണമായി ഡിസ്പ്ലേറ്റായി. അപ്പോൾ ഒരു നരകമെന്ന്, ഭൂമിയിലെ നരകമെന്ന്, ഗാസ കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലെ ഒരു നരകതുല്യമായ പ്രദേശമാണ് ലോലെസ്നെസ്സിന് കൂടി പേരുകേട്ട യമൻ. ആ ഒരു പശ്ചാത്തലത്തിലാണ് യമൻ്റെ നിയമവ്യവസ്ഥകൾ അതികഠിനമായ വ്യവസ്ഥകളാണ്. അവിടെ ഒറ്റ ഒരു റൈഡർ മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും കാരണവശാൽ കൊല്ലപ്പെട്ട ആളിൻ്റെ കുടുംബ അംഗങ്ങൾക്ക് ദയ തോന്നി ദിയാധനം, ബ്ലഡ് മണി അത് സ്വീകരിച്ചുകൊണ്ട് ആ പ്രതിയെ വേണമെങ്കിൽ മോചിപ്പിക്കാൻ നിയമം പറയുന്നു. അത് ഇസ്ലാമിക നിയമത്തിൽ ഉള്ള കാര്യമാണ്. അത് യമനിൽ അങ്ങനെയാണ്. യമൻ്റെ ഭരണകൂടവും അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ നടത്തുന്ന എല്ലാ ക്ലെയിംസും കഴിഞ്ഞ 2 ദിവസം മുൻപ് വരെ ഫാമിലിയിലെ ആരും തന്നെ ദിയാധനം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് നേരിട്ടോ അല്ലാതെയോ ഒരു പരാമർശം നടത്തിയിട്ടില്ല. പക്ഷെ ഇവിടെ നമ്മൾ കേട്ടത് എന്താണ്? ദിയാധനം സ്വീകരിക്കുന്നു, അത് $1 ലക്ഷം, ചിലർ പറയുന്നു $10 ലക്ഷം, അത് വാങ്ങും, അത് ഇത്രയും ബാങ്കിലിട്ടിട്ടുണ്ട്, അത് ഈ രൂപത്തിലാണ് റേസ് ചെയ്യുന്നത്, അത് ഇന്നാര് കൊടുക്കാൻ തയ്യാറാണ്, ഇന്ന വ്യവസായി കൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസേഴ്സ് ഉണ്ടാകും. ഇതൊക്കെ വെറും സാങ്കേതികത്വം മാത്രമാണ്. യഥാർത്ഥത്തിൽ തലാലിൻ്റെ ഫാമിലി അംഗങ്ങളിൽ ആരും തന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന ഈ നിമിഷം വരെ ദിയാധനം സ്വീകരിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടില്ല.